ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു ക്യാരമൽ പുഡിംഗാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 മുട്ടയും 1 കപ്പ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു പാത്രം വച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടിടാം. ലോ ഫ്ലെയിമിലും ആവല്, ഹൈ ഫ്ലെയിമിലും ആവല്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഇവിടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഇതൊഴിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിതിവിടെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് പാല് ചേർക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പാല് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനൊരു അരിപ്പ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഈ പാത്രത്തിന് പറ്റുന്ന ഏതെങ്കിലും ഒരു അടപ്പോ എടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സും കൂടി അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ആവിയിൽ ഒരു 30 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഞാനൊരു 5 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. മൊത്തം 35 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പുഡിങ്ങാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്, അടിപൊളിയാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.